ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 8300083000. സംസ്ഥാനത്തെ പാഠപുസ്തക വിതരണത്തിൽ പരസ്പരം കൊമ്പുകോർത്ത് സർക്കാരും പ്രതിപക്ഷവും. 9ാം ക്ലാസ് കുട്ടി ജയിച്ചോ എന്നറിയാതെ പുതിയ പുസ്തകം കൊടുത്തിട്ട് എന്ത് കാര്യമെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ചോദ്യം. നാടിന് പരിഹാസ്യമായ പ്രസ്താവനയാണ് ചെന്നിത്തലയുടേതെന്ന് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. പുസ്തകം നേരത്തെ കൊടുക്കുന്നതാണോ കുറ്റമെന്ന മറുചോദ്യമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉന്നയിച്ചത്. അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തകങ്ങളുടെയും യൂണിഫോമുകളുടെയും വിതരണോദ്ഘാടന ദിവസം തന്നെ കൊമ്പ് കോർക്കുകയാണ് സർക്കാരും പ്രതിപക്ഷവും. മാസങ്ങൾക്ക് മുൻപ് പുസ്തക വിതരണം നടത്തുന്നത് എന്തിനെന്ന പരിഹാസ ചോദ്യം ഉന്നയിച്ച് രമേശ് ചെന്നിത്തല ആദ്യം വെട്ടിലായി. ക്ലാസ്സിലേക്ക് ജയിച്ചോ ഇല്ലയോ എന്നറിയാതെയാണ് പാഠപുസ്തകം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി 9ാം ക്ലാസ്സിലേക്ക് ജയിച്ചെന്ന് തീരുമാനിച്ചിട്ടില്ലല്ലോ. അതെങ്ങനെ തീരുമാനിക്കുന്നത്? ശിവൻകുട്ടിയാണോ തീരുമാനിക്കുന്നത്? എന്തെല്ലാം തുഗ്ലക്ക് പരിഷ്കാരങ്ങൾ ഇനി മനസ്സിലാവുന്നില്ല. ആളുകളെ ബോധ്യപ്പെടുത്താണ് ഞങ്ങൾ പുസ്തകം നേരത്തെ അടിച്ചെന്ന്. അതെന്തോ വലിയ ഭരണ നേട്ടമാണോ? കേരളത്തിൽ നേരത്തെ പുസ്തകം കൊടുത്തിട്ടില്ലേ? ആദ്യമായിട്ടാണ് പുസ്തകം കൊടുക്കുക. പണ്ടൊക്കെ എഴുത്തോലയിലായിരുന്നു കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നത്. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ നടന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ ചെന്നിത്തലയെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. UDF കാലത്ത് 5 ലക്ഷം കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കൊഴിഞ്ഞുപോയതും 1000 സ്കൂളുകൾ പൂട്ടാൻ തീരുമാനിച്ചതും ഉൾപ്പെടെ നിരത്തി മറുപടി. ആ എഴുത്തോലയിൽ എഴുതി പഠിക്കുന്ന കാലത്ത് അക്ഷരം നിഷിദ്ധമായിരുന്ന ഒട്ടേറെ ആളുകൾ ഈ കേരളത്തിലുണ്ടായിരുന്നു. അവിടുത്തെ നമ്മുടെ നാട് മാറിയല്ലോ. 10 വർഷം മുൻപുള്ള കിടുകാര്യസ്ഥതയ്ക്ക് നേതൃത്വം കൊടുത്ത ഉത്തരവാദിയായ മനുഷ്യൻ പറയാണ് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നതിൽ കാര്യമൊന്നുമില്ലായിരുന്നു. അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്, കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. അധ്യക്ഷ പ്രസംഗത്തിൽ വിഷയം ആദ്യം ഉന്നയിച്ചത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയായിരുന്നു. പുസ്തകം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിപ്പിച്ച ഭൂതകാലം ഓർമ്മിപ്പിച്ചായിരുന്നു മന്ത്രിയുടെ മറുപടി. പരീക്ഷയ്ക്ക് പുസ്തകം കിട്ടാത്തതുകൊണ്ട് പാഠപുസ്തകത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിച്ച ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കണം. 2016 മുമ്പുള്ള ഒരു കാലഘട്ടത്തെ പറ്റിയാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. പാഠപുസ്തകം പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നത് ക്രെഡിറ്റായി കാണേണ്ടെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. പണ്ട് മുതലേ കൊടുത്തുകൊണ്ടിരിക്കുന്ന പാഠപുസ്തകം പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളത് ക്രെഡിറ്റായിട്ട് എടുക്കണ്ട. കൊടുത്ത നല്ല കാര്യം, ഞാൻ അതിനെ വിമർശിക്കൊന്നുമില്ല. 1 മുതൽ 10 വരെ ക്ലാസുകളിലേക്ക് ആവശ്യമുള്ള 3.5 കോടി പാഠപുസ്തകങ്ങളിൽ 79 ലക്ഷം പുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയായി. ഇതിൽ 55 ലക്ഷം പുസ്തകങ്ങളാണ് വിതരണത്തിനെത്തിച്ചിരിക്കുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 8300083000.